നമസ്കാരം സുഹൃത്തുക്കളെ, മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെ വീണ്ടും കാണുന്നതിലും നിങ്ങളുമായി ഈ സംഭാഷണം തുടരുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മളിവിടെ പാചകം ചെയ്യാൻ പോകുന്ന ഈ ഐറ്റം ചീര അല്ലെങ്കിൽ കീര മുളകൂട്ടൽ എന്ന് പറയും മധ്യകേരളത്തിൽ. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. ഇത് കീര, അല്ലെങ്കിൽ ചീര, സ്പിനച്ച്, ലെറ്റ്യൂസ് എന്നൊക്കെ പറയും. ഇത് വളരെ കഴുകി വൃത്തിയാക്കി സ്റ്റീം ചെയ്ത് നല്ലപോലെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നു, റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് ചൂരംപരിപ്പ്, ഇതൊരു 1/2 കപ്പ് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് തേങ്ങ 1 കപ്പ്, 2-3 ചുവന്ന മുളക്, ഇത് ജീരകം, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഐറ്റമാണ്. തേങ്ങ, മുളക്, ജീരകം, ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സിയിൽ അരച്ച് വളരെ സ്മൂത്തായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് മഞ്ഞപ്പൊടി, ടർമറിക് പൗഡർ, ഉപ്പ്, സോൾട്ട്, പിന്നെ ഉളുന്ന്, അല്പം കടുക്, കറിവേപ്പില, ഇവയൊക്കെയാണ് ഈ മുളകൂട്ടലിന് ആവശ്യമുള്ള സാധനങ്ങൾ. അങ്ങനെ നമ്മൾ ഈ ചീര അല്ലെങ്കിൽ കീര ഇതിൻ്റെ ഈ പ്രിപ്പറേഷൻ, മുളകൂട്ടൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ് ഇപ്പം നമുക്ക് നോക്കാം. വരിക. ആദ്യം ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുന്നു. പാത്രം ഫ്ലെയിമിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ആദ്യമായി ഈ പാത്രത്തിൽ നമ്മൾ ഈ ഹാഫ് ലെറ്റ്യൂസ്, ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീര, അത് ഈ പാത്രത്തിൽ ആദ്യമായി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രിപ്പറേഷനിൽ 2-3 പ്രാവശ്യം നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തുകൊണ്ടിരിക്കണം, കൺസിസ്റ്റൻസിക്ക് വേണ്ടി. എന്നിട്ട് ഇത് നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇതിൽ മറ്റേ ഈ പരിപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൽ മിക്സ് ചെയ്യും. അതുപോലെ മിക്സ് ചെയ്യുക. മൂന്നാമതായി തേങ്ങ, അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് അത് ഇതിൽ മിക്സ് ചെയ്യുന്നു. അല്പം ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഇതിൽ നമ്മൾ വെള്ളമൊഴിക്കണം. കണ്ടോ, നമ്മൾ ഇതിൻ്റെ ഈ കുക്കിങ്ങിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ എത്രയാ വെള്ളം വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക. ഇപ്പോ ഈ മിക്സറ് നമ്മൾ ഒരു 7 മിനിറ്റോളം
ഇത് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. 7 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ നല്ലപോലെ തിളയ്ക്കുന്നു, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇപ്പൊ ചെയ്യേണ്ടത് ഇതിൽ ഈ മഞ്ഞപ്പൊടി, ടർമറിക് പൗഡർ, ഞാൻ പലപ്പോഴും ടർമറിക് പൗഡറിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പാചകക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമാണ്. സർവ്വരോഗ നിവാരണി എന്ന് പറയാം. ഡീടോക്സിഫയിങ് ഏജന്റ് ആണ് ടർമറിക്. ഇപ്പോൾ ലോകം മുഴുവൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി, അത് കഴിഞ്ഞ് സ്വാദിന് ഉപ്പ് ചേർക്കുന്നു. കണ്ടോ? ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ ഇതൊരു 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ കണ്ടോ, കുക്കായി കഴിഞ്ഞു. നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിൻ്റെ ഫ്ലെയിം ഇപ്പം നമ്മൾ കുറച്ചു. ഇപ്പോൾ ഇതിൽ ചെയ്യാനുള്ള ബാക്കി ഗാർണിഷിംഗ് മാത്രമേ ഉള്ളൂ ഇനി ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഗാർണിഷിങ്ങിൻ്റെ പാൻ ഫ്ലെയിമിൻ്റെ പുറത്ത് വയ്ക്കുന്നു. എണ്ണ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഓയിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലാദ്യം ചേർക്കേണ്ടത് ഉളുന്ന്. ഈ ഉളുന്ന് ഒരു ലൈറ്റ് ബ്രൗണിഷ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിരിക്കും. അത് സോട്ടെ എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, അത് പതുക്കെ ഫ്രൈ ചെയ്യുക. കണ്ടോ, അതിൻ്റെ കളർ മാറുന്നു. ഈ സമയത്ത് നമ്മളിതിൽ കടുക് അത് ചേർക്കുന്നു. കടുക് വളരെ 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 വേഗം കുക്കാകുന്ന ഒരു ഐറ്റമാണ്. സ്പട്ടറിങ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രാക്ലിംഗ് എന്ന് പറയും. വളരെ വേഗം, ഒരു 10 സെക്കൻഡിൽ അല്ലെങ്കിൽ 15 സെക്കൻഡിൽ അത് റെഡിയാവും. കണ്ടോ, ഇപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാണ്. കണ്ടോ, ഇപ്പം അതിൻ്റെ കടുക് പൊട്ടുന്നത് നമ്മൾ കാണാം. കണ്ടില്ലേ, ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ റെഡിയാണ്. ഈ സമയത്ത് ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്ത് ഈ ഗാർണിഷിംഗ് മെയിൻ ഡിഷിൽ ഇത് ചേർക്കുന്നു. അങ്ങനെ ഗാർണിഷിംഗും കഴിയും. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഒടുക്കം ചെയ്യേണ്ട ഒരു സംഗതി, ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ കറിവേപ്പല, കറി ലീവ്സ്, കറിവേപ്പല വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറത്ത് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുന്നു. കണ്ടില്ലേ, വളരെ സിമ്പിൾ പ്രിപ്പറേഷനാണ്. പക്ഷേ വളരെയധികം ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു പ്രിപ്പറേഷനാണ്. ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ചീര അല്ലെങ്കിൽ കീര അല്ലെങ്കിൽ അമരാന്തസ്, ലെറ്റ്യൂസ് അല്ലെങ്കിൽ സ്പിനച്ച് എന്നൊക്കെ പറയാറില്ലേ, ഇത് വളരെ
അത്യാവശ്യമാണ് ആരോഗ്യത്തിന്. അങ്ങനെ നമ്മൾ റെഡി. സുഹൃത്തുക്കളെ, അങ്ങനെ ഈ ചീര അല്ലെങ്കിൽ കീര കൊണ്ടുള്ള പ്രിപ്പറേഷൻ, മുളകൂട്ടൽ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്താണെന്ന് എന്നെ അറിയിക്കുക. മോഹൻ ശർമ്മ celebrityKitchen@gmail.com ഈ ഇമെയിൽ ഐഡിയിലോട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും കാണാം. നമസ്കാരം.